ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിച്ചിറയിലുള്ള പ്രീമിയർ ഹോണ്ടയിൽ നമ്മുടെ പുതിയ അമേസിൻ്റെ ലോഞ്ചാണ്. ഈ പുതിയ അമേസ് ലോഞ്ച് ആകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. പഴയ അമേസിൽ നിന്നും പുതിയ അമേസിലേക്ക് മാറി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോഞ്ചിങ് കാര്യങ്ങൾ അതുപോലെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അമേസിൻ്റെ പ്രൈസൊക്കെ ശരിക്കും കുറച്ചാണ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാം സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. ആ സാറ്റിൻ തുണി മാറ്റുമ്പോൾ നമ്മുടെ പുതിയ അമേസിനെ കാണാം. നമുക്ക് അകത്തേക്ക് പോകാം അല്ലേ. പുതിയ അമേസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ഹോണ്ട അമേസ് 2025 വരുമ്പോൾ ബേസ് വേരിയൻറ്റിൽ തന്നെ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഫോഗ് ലാമ്പ് വരുന്നില്ല. സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള VX അതിനകത്ത് LED ഫോഗ് ലാമ്പ് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ V എന്ന ഓപ്ഷനിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല, പക്ഷേ പ്രൊജക്ടർ LED ലാമ്പ് ഉണ്ട്. സെക്കൻഡ് വേരിയൻറ്റിലോട്ട് വരുമ്പോൾ LED ഫോഗ് ലാമ്പ് കൂടെ കയറി വരുമ്പോൾ ഫുള്ളി പാക്ഡായി. അതിൻ്റെ കൂടെ തന്നെ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ആപ്പിൾ ആൻഡ്രോയിഡ് കാർപ്ലേ വരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതും ഫ്ലോട്ടിംഗ് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് തന്നെ കിടുക്കിയിരിക്കുകയാണ്. ബേസ് വേരിയൻറ്റ് മുതൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അതിൻ്റെ ക്യാമറ വരുന്നില്ല കേട്ടോ. ബേസ് വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ്, ട്രാക്ഷൻ കൺട്രോൾ, ഫ്രീ ടെൻഷൻ, ലോഡ് ലിമിറ്റ് വരുന്നൊരു മോഡലാണ്. 3 പോയിൻ്റ് ആണ് വരുന്നത്. അത് ബേസ് വേരിയൻറ്റിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും പുതിയ അമേസ് കിടുക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇനി ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിൽ LED ഫോഗ് ലാമ്പ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രൊജക്ടർ LED ലൈറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഒരു PF2 നമ്മുടെ എലിവേറ്റ് സിറ്റി അമേസ് ആ എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോം ആക്കിയിരിക്കുകയാണ്. അത് ഭയങ്കര ഗുണമാണ്. ഇതിനേക്കാൾ ഉപരി സേഫ്റ്റി പരമായിട്ട് നമുക്കറിയാം, സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് വരുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ നമ്മുടെ A പില്ലർ മുതൽ C പില്ലർ വരെ ഒരു സ്പെഷ്യൽ സ്ട്രെങ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ സ്റ്റീലിൻ്റെ അളവ് 22% ഇപ്പോൾ 46% കൂട്ടിയിരിക്കുകയാണ്. അൾട്രാ ഹൈ സ്റ്റീൽ സ്ട്രെങ്ത് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി പേടിക്കാം, വണ്ടി ഓടിക്കാം. എന്തൊരു ഹിറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാലും നമുക്ക് വളരെ സേഫ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ടയർ സൈസ് കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ ബൂട്ട് സ്പേസ് ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലഗേജസ് ഒക്കെ വെക്കാൻ, ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഗേജസ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് കൂടിയിരിക്കുകയാണ്. 400-ൽ നിന്നും 416 ലിറ്ററിലേക്ക് ബൂട്ട് സ്പേസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൽ 3 ഹെഡ് റെസ്റ്റ് വന്നിരിക്കുകയാണ്. കമ്പനി തന്നെ പറയുകയാണ് 5 സീറ്റർ വണ്ടിയാണെന്നുള്ളതാണ്. ഒരു 5 പേർക്ക് സുഖമായിട്ട് പോകുന്ന വണ്ടിയാണെന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത്. നമുക്ക് ഇതിൻ്റെ റിവ്യൂ വീഡിയോസൊക്കെ നമ്മുടെ കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ളോഗിൽ വരുന്നുണ്ട്. സോ കീപ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തൊക്കെ മാറ്റം എന്നുള്ളതാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ആംറസ്റ്റ് ഇതിനകത്ത് കാണുന്നില്ല, പക്ഷേ നമുക്ക് ബേസിക് കിറ്റിൽ അത് വരുന്നുണ്ട്. അതേസമയത്ത് ബാക്കിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. ആ ബാക്കിലെ ആംറസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, വീതി കൂട്ടി. പഴയ നിന്നും അതിൻ്റെ ആംറസ്റ്റ് വീതി കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സീറ്റ് ഡിസൈനും അതിൻ്റെ മെറ്റീരിയലിൻ്റെയൊക്കെ ക്വാളിറ്റി കൂട്ടി, ഫോമിൻ്റെ ഇത് കൂട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് പോകുമ്പോൾ ഉള്ള സുഖം കൂടും. അതുപോലെ റിയർ AC വന്നു. VX സെക്കൻഡ് ഓപ്ഷൻ തൊട്ട് റിയർ AC വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി പുറയിൽ നല്ല ചില്ലായിട്ട് പോകാം, യാത്രയൊക്കെ പോകാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 7 ഇഞ്ചിൽ നിന്നും 8 ഇഞ്ചിലേക്ക് ആയിരിക്കുകയാണ്. നേരത്തെ ഹാഫ് HD ആയിരുന്നുണ്ടെങ്കിൽ അത് ഫുൾ HD ആയിരിക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഡാഷ് ശ്രദ്ധിച്ചോ. ഇതിൻ്റെ ഡാഷിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഡാഷ് കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിവിക്ക് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ സിവിക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഡാഷാണ് വന്നിരിക്കുന്നത്. അതും പുതിയ ചേഞ്ചാണ്. നല്ല രസമുണ്ടല്ലേ. അതുകൊണ്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്, ഒരു സ്ലീക്കി ഡിസൈനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ് മാറിയിട്ടുണ്ട്. സ്റ്റിയറിങ് ശ്രദ്ധിച്ചോ, സ്റ്റിയറിങ് വന്നിരിക്കുന്നത് സിറ്റിയുടെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം അപ്പോൾ തുടക്കം തൊട്ടേ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് തന്നു തുടങ്ങി. അപ്പോൾ ഇനി ആരും കുറയ്ക്കണ്ട. ഇനിയിപ്പോൾ ബ്രാൻഡുകൾ എല്ലാം നമുക്ക് ഫീച്ചേഴ്സായിട്ട് നമുക്ക് തരികയാണ്. ആദ്യം തന്നെ ബേസ് വേരിയൻറ്റ് മുതലേ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് തന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അത് 7 ഇഞ്ച് ആയിട്ടാണ് വരുന്നത്. പാർഷ്യലി ഡിജിറ്റലായിട്ടാണ് വരുന്നത്. അതും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കീയുടെ അപ്ഡേറ്റ് തന്നെയാണ്. കീയിൽ വാക്കവേ ഓട്ടോ ലോക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 2.5 മീറ്ററോളം മാറിയിരിക്കുമ്പോൾ
അല്ലെങ്കിൽ മാറി നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ലോക്ക് ചെയ്യാവുന്നൊരു സിസ്റ്റം വന്നിരിക്കുകയാണ്. അത് വലിയൊരു അപ്ഡേറ്റ് ആണ്. വാക്കവേ ഓട്ടോ ലോക്ക് എന്ന് പറയും. അതൊക്കെ ഞാൻ കൂടുതലായിട്ട് നമ്മുടെ റിവ്യൂവിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ വേണമെങ്കിൽ ഓണും ഓഫും ആക്കി വെക്കാൻ പറ്റുന്നതാണ്. VX ഓപ്ഷൻ തൊട്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ പുതിയ ഹോണ്ട അമേസ് 2025 വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നോടിയായിട്ട് സ്ട്രെയിറ്റ് അവേ നമ്മുടെ വേരിയൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് V ഓപ്ഷൻ, പിന്നെ VX ഓപ്ഷൻ, പിന്നെ ZX ഓപ്ഷൻ. അപ്പോൾ V ഓപ്ഷനിൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, VXൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, ZXൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ CVT ഓപ്ഷൻ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. VX CVT വരുന്നുണ്ട്, ZX CVT വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷനിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ADAS വന്നിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ഓപ്ഷനിൽ ലെവൽ 2 ADAS വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ADAS ഫീച്ചറൊക്കെ അങ്ങനെ പൊതുവേ കൊടുക്കാറില്ല. എനിക്ക് തോന്നുന്നു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു ADAS ഫീച്ചർ വരുന്നൊരു വണ്ടി. അത് ഈ ഒരു റേഞ്ചിൽ ADAS ഫീച്ചറുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതും ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വണ്ടിയുടെ സ്പെസിഫിക്കേഷനാണ്. ഇപ്പം വണ്ടിക്ക് ആദ്യം എഞ്ചിനെ കുറിച്ച് തന്നെ പറയാം. 1.2 ലിറ്റർ 4 സിലിണ്ടർ IV-Tech എഞ്ചിനാണ് വരുന്നത്. വാട്ടർ കൂൾഡാണ്. പെട്രോൾ എഞ്ചിനായിട്ടാണ് വണ്ടി വരുന്നത്. 1.2 ലിറ്ററിലാണ് വണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവലും 7 സ്റ്റെപ്പ് CVT ഓട്ടോമാറ്റിക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗിയർ റേഷ്യോ മാറിയിട്ടുണ്ട്. നമുക്ക് ഷോർട്ടർ ഗിയേഴ്സ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഡൗൺ ഗിയേഴ്സ് അല്ലെങ്കിൽ ലോ ഗിയേഴ്സിൽ നല്ലൊരു പുള്ളിങ് കിട്ടും, നല്ലൊരു ആക്സലറേഷൻ കിട്ടും എന്നുള്ളതാണ്. ഇനി സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് വേരിയൻറ്റിൽ 14 ആണെങ്കിൽ ടോപ്പ് വേരിയൻറ്റിൽ 15 വന്നിരിക്കുകയാണ്. പിന്നെ പവർ വരുന്നത് 90 PS പവർ അറ്റ് 6000 RPM. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 110 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അറ്റ് 4800 RPM വരിക. ഇനി ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ മൈലേജ് എന്ന് പറയുന്നത് CVT ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് പറയുന്നത്. 19.46 km/ലിറ്ററാണ്. അതേസമയത്ത് മാനുവൽ ട്രാൻസ്മിഷനിൽ 18.65 km/ലിറ്ററാണ് മാനുവൽ ട്രാൻസ്മിഷന് പറയുന്നത്. CVT ഓട്ടോമാറ്റിക്കിനാണ് ഏറ്റവും കൂടുതൽ മൈലേജ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ഓവറോൾ വിഡ്ത്ത് നമുക്ക് നോക്കാം. വിഡ്ത്ത് വരുമ്പം 1733 വിഡ്ത്ത് വരുന്നത്. വണ്ടിയുടെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വരുന്നത് 1500 വരുന്നത്. ഹൈറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 1733. വണ്ടിയുടെ ലെങ്ത് വരുന്നത് 3995. ഏകദേശം ഡിസയറിൻ്റെയൊക്കെ സെയിം ഒരു ഡയമെൻഷൻ തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത്. അതേസമയത്ത് ഹൈറ്റ് മാത്രം ലേശം ഒന്ന് കൂട്ടാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 952 ആണ് അതിൻ്റെ ഒരു കെർബ് വെയിറ്റ് വരുന്നത്. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി അവർ പറയുന്നത് 5 പേർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. 35 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്കാണ് വണ്ടിക്ക് വരുന്നത്. ടേണിംഗ് റേഡിയസ് 4.7. അപ്പോൾ അതുകൊണ്ട് നല്ല നൈസായിട്ട് വണ്ടി തിരിച്ചുകൊണ്ട് പോകാം. VX ZX ഒക്കെയാണ് 4.9 മീറ്ററാണ് വരുന്നത്. 4.9 ആണ് VXും ZXനൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ വണ്ടി നമുക്കൊരു വളച്ചുകൊണ്ടൊക്കെ പോകാം. നമുക്കൊരു എന്താ പറയുക, ട്രാഫിക്കിലൂടെ കൊണ്ടുപോകാം. ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷൻ, ഫ്രണ്ട് മെക് ഫ്രണ്ട് സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ്, ബാക്ക് ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ്. പിന്നെ അതുപോലെ തന്നെ ടോർഷൻ ബാർ ടൈപ്പ് ആൻറ്റി റോൾ ബാറൊക്കെ വരുന്നുണ്ട്. ഷോക്ക് അബ്സോർവർ, ടെലിസ്കോപ്പിക്, ഹൈഡ്രോളിക്, നൈട്രജൻ ഗ്യാസ് ഫീൽഡ് തന്നെയാണ്. നല്ലൊരു ഷോക്ക് അബ്സോർവർ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. പ്രൈസിനെ കുറിച്ചാണ് ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയണം, ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബേസ് വേരിയൻറ്റ് നമുക്ക് മേടിക്കുമ്പോൾ വെറും ഓൺ റോഡ് പ്രൈസ് 9,47,166 വരുന്നത്. അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 7,99,900 ബേസ് വേരിയൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ കളർ അനുസരിച്ച് തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. ചെറിയ എമൗണ്ടിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് വൈറ്റൊക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ VX മാനുവൽ ട്രാൻസ്മിഷൻ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ നമുക്ക് 10,74,954 അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതേസമയത്ത് ZX മാനുവൽ ട്രാൻസ്മിഷൻ 11,44,673. എല്ലാത്തിനും കളർ അനുസരിച്ച് ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി CVT ബേസ് ഓപ്ഷൻ
CVTയുടെ ബേസ് ഓപ്ഷൻ വരുന്നത് 10,86,571 പ്രൈസ് വരുന്നത്. VX സെക്കൻഡ് ഓപ്ഷൻ വരുമ്പോൾ 11,79,543 കറണ്ട് പ്രൈസ് വരുന്നത്. പിന്നെ ZX CVT ഫുൾ ഓപ്ഷൻ 13,16,850 വരുന്നത്. ഇതിൻ്റെ എല്ലാം ടോട്ടൽ പ്രൈസ് ഞാൻ പറയുന്നത് ആക്സസറീസ്, നമുക്കതുപോലെ തന്നെ ഒരു 4 years RSA, ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് കവർ, ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ എമൗണ്ട് വ്യത്യാസം വരുന്നത്. അതിനൊക്കെ ഒരു 800 to 1,230 ആ റേഞ്ചൊക്കെയാണ് നമ്മൾ ഏകദേശം വരുന്നത്. അപ്പോൾ ബേസ് പ്രൈസിൽ മാനുവൽ ട്രാൻസ്മിഷൻ ബേസ് വേരിയൻറ്റ് എക്സ്-ഷോറൂം പ്രൈസ് 7,99,900 ആണെങ്കിൽ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 9,47,166. അതിൻ്റെ ടോട്ടൽ പ്രൈസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കവറപ്പ് ചെയ്ത് വരുമ്പോൾ 9,59,397 വെൽ പാക്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെയാണ് പ്രൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ.